സ്വാഭാവികമായിട്ടും ചൂരന്മലയുമായി ബന്ധപ്പെട്ട പുനർനിർമ്മാണ പ്രവർത്തനങ്ങളുടെ വിശദാംശങ്ങൾ ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം എന്നുള്ളതുകൊണ്ട് അതിൻ്റെ ഒരു വിശദീകരണത്തിന് മുതിരുന്നില്ല. ചൂരന്മലയിൽ പണിതുകൊണ്ടിരിക്കുന്ന ടൗൺഷിപ്പിലെ വീടുകളിൽ വിള്ളലുണ്ടായി എന്ന് കാണിച്ച് ചില മാധ്യമങ്ങളിൽ വന്ന വാർത്ത സാമൂഹ്യ മാധ്യമങ്ങളിൽ സർക്കാരിനെതിരായി മാത്രമല്ല മലയാളത്തിനെതിരായി, കേരളത്തിനെതിരായി അപകടകരമായ വിധത്തിലുള്ള ഒരു പ്രചരണം നടക്കുന്ന സമയത്ത് വിവിധ ജില്ലകളിൽ വെച്ച് മാധ്യമ സുഹൃത്തുക്കൾ അക്കാര്യത്തിനോട് പ്രതികരിക്കണം എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഏതെങ്കിലും ഒരു മാധ്യമത്തിനോ പൊതുവെ മാധ്യമ സുഹൃത്തുക്കൾക്കോ ഇതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ നേരിട്ടറിയാതെ ലഭ്യമായ വിവരങ്ങൾ വെച്ച് പ്രതികരിക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് വയനാട്ടിലെ എപ്പോഴും സ്ഥിരമായി പോകുന്ന ചൂരന്മലയിലെ മനുഷ്യർക്ക് വേണ്ടി നിർമ്മിക്കാൻ ലോകമാതൃകകളില്ലാത്ത വിധം നാം തീരുമാനിച്ചിട്ടുള്ള പുതിയ ടൗൺഷിപ്പിലേക്ക് പോകാനിടയായി. വീടുകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉണ്ടാക്കിയിട്ടുള്ള വിശദാംശങ്ങളെല്ലാം നിങ്ങൾക്കറിയാം. അതോടൊപ്പം തന്നെ ആ വീട് നിർമ്മിക്കുമ്പോൾ സാധാരണ നിലയിൽ നമ്മുടെ വീടുകളൊന്നും നിർമ്മിക്കുമ്പോൾ കാണാത്ത വിധത്തിലൊരു വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നേരത്തെ തന്നെ തീരുമാനിച്ചതിൻ്റെ ഉത്തരവാദിത്വത്തോടു കൂടി നമ്മൾ പറഞ്ഞിരുന്നു. വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് നടത്തണം എന്ന് നിശ്ചയിച്ചത് ഋതുക്കളില്ലാത്ത വിധം അല്ലെങ്കിൽ കാലാവസ്ഥ വ്യത്യാസങ്ങളിൽ എങ്ങനെയായിരിക്കും ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുടെ ഉറപ്പ് എന്ന് ബോധ്യപ്പെടാൻ വേണ്ടി കൂടിയായിരുന്നു. വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നിർമ്മിക്കപ്പെട്ട വീടിൻ്റെ ടെറസിൽ 24 മണിക്കൂർ വെള്ളം കെട്ടി നിർത്തും. അങ്ങനെ വെള്ളം കെട്ടി നിർത്തിയ സ്ഥലത്ത് ടെറസിൽ നിന്ന് തന്നെ വെള്ളം ഏതെങ്കിലും വിധത്തിൽ ലീക്കായി താഴത്തേക്ക് പോകുന്നുണ്ടോ എന്ന് കണ്ടാൽ അത് നോട്ട് ചെയ്ത് അതിന് മുകളിലുള്ള ടെറസിൻ്റെ ഭാഗത്ത് സാങ്കേതികമായ ഭാഷയിൽ പറഞ്ഞാൽ ഒരു എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്തും. എപ്പോക്സി ട്രീറ്റ്മെൻറ്റ് നടത്തി അത് ഏതെങ്കിലും വിധത്തിൽ വെള്ളം ലീക്ക് ചെയ്തില്ല എന്ന് ഉറപ്പിക്കാൻ വേണ്ടി വീണ്ടും അവിടെ തന്നെ വെള്ളം കെട്ടി 24 മണിക്കൂർ നിർത്തും. വെള്ളം കിരിഞ്ഞു പോകുന്നില്ല എന്ന് ഉറപ്പുവരുത്തിയാൽ വീണ്ടും അവിടെ വാട്ടർ പ്രൂഫിംഗ് എന്ന് പറയുന്ന സ്വിമ്മിംഗ് പൂളിന് പോലും നടത്തുന്ന വിധത്തിലുള്ള വാട്ടർ പ്രൂഫിംഗ് നടത്തും. വാട്ടർ പ്രൂഫിംഗ് നടത്തിയിട്ടും അതിൻ്റെ മുകളിൽ 2 മുതൽ 7 സെൻറ്റിമീറ്റർ വരെ കനത്തിൽ സ്ക്രീഡ് കോൺട്രാക്റ്റിംഗ് നടത്തും. പിന്നീട് ഒരു ചോർച്ചയും ബലക്ഷവും ഉണ്ടാകില്ല എന്നുള്ളതാണ് നേരത്തെ ചിലരെല്ലാം സൂചിപ്പിച്ചതുപോലെ ഞാൻ സാങ്കേതിക വിദഗ്ധനല്ലാത്തതുകൊണ്ട് ഉന്നതരായിട്ടുള്ള സാങ്കേതിക വിദഗ്ധരുടെ അഭിപ്രായ പ്രകാരം നമ്മൾ തീരുമാനിച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇങ്ങനെ അവിടെ വാട്ടർ പോണ്ടിങ് ടെസ്റ്റ് നടത്തിയപ്പോൾ 2 വീടുകൾക്ക് വെള്ളം കിനിഞ്ഞു പോകുന്നതായി കണ്ടു. ഈ സ്ഥലങ്ങൾ നോക്കിയെടുത്ത് അവിടുത്തെ നിർമ്മാണ കമ്പനിയുടെ എഞ്ചിനീയർമാർ തന്നെയാണ് ആ ഭാഗത്തിന് ചുറ്റും എഞ്ചിനീയർമാർ തന്നെ പെന്നുകൊണ്ട് ഒരു മാർക്ക് നടത്തേണ്ടതായിട്ടുള്ളത്. ഇത് ദൂരെ നിന്ന് ചിത്രീകരിച്ചപ്പോൾ അതൊരു ക്രാക്കാണ്, അഥവാ അതൊരു വിള്ളലാണ് എന്ന വിധത്തിൽ വിവരമറിയിച്ചു. ഈ വാർത്ത വളരെ വ്യാപകമായി ഇതിനിടയിൽ പരക്കുകയുണ്ടായി. യഥാർത്ഥത്തിൽ താപനിലയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം നിർമ്മാണ വേളയിൽ ഉണ്ടാകാവുന്ന ഒരു ശ്രിങ്കേജാണ് അവിടെ ഉണ്ടായത് എന്നാണ് ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ, ഏതെങ്കിലും ഒരു കരാർ കമ്പനിയുടെ അല്ല, ഔപചാരികമായി ഗവൺമെൻറ് ചുമതലപ്പെടുത്തിയിട്ടുള്ള കിഫ്കോണിൻ്റെ സാങ്കേതിക വിദ്യയിൽ അതിസമർത്ഥരായിട്ടുള്ള എഞ്ചിനീയർമാർ ഉൾപ്പെടെ ശ്രിങ്കേജ് ആണ് അവിടെ ഉണ്ടായത് എന്ന് പറയുകയുണ്ടായി. സ്വാഭാവികമായിട്ടും ക്രാക്ക് എന്ന വാക്ക് ഉപയോഗിക്കുമ്പോൾ ആളുകൾ ധരിക്കുന്നത് എന്താ, അതൊരു സ്ട്രക്ചറൽ ക്രാക്ക് ആയിരിക്കും എന്നാണ്. സ്ട്രക്ചറൽ ക്രാക്ക് അല്ല അവിടെ ഉണ്ടായത് എന്ന് അന്ന് രാവിലെ അവിടെ ചെന്ന് സംസാരിച്ചപ്പോൾ എഞ്ചിനീയർമാർ ഉൾപ്പെടെ പറയുകയും അത് ഇതിൻ്റെ ഉറപ്പിനെ ബാധിക്കില്ല എന്ന് ഉറപ്പ് നൽകുകയും ചെയ്തു. ആ ഘട്ടത്തിലാണ് ആ വീടിനകത്തേക്ക് പോയത്. അവിടെ വീടിനകത്ത് പോയി ഈ വര ഇങ്ങനെ രേഖപ്പെടുത്തിയത് ചാനലുകളിലും സാമൂഹ്യ മാധ്യമങ്ങളിലും തുടർച്ചയായി കാണിക്കുന്നത് കൊണ്ട് ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞത് മാത്രം കേട്ടുപോരുകയല്ല, അവിടെ ഉണ്ടായത് എന്താണ് എന്നറിയാൻ വേണ്ടിയാണ് അവിടെ കയറി നിന്ന് ഇവർ പെൻസിൽ കൊണ്ട് അടയാളപ്പെടുത്തിയതാണ് എന്ന് പ്രസ്താവിച്ചപ്പോൾ പെൻസിൽ കൊണ്ട് തന്നെ അടയാളപ്പെടുത്തിയതാണോ എന്ന് ഉറപ്പുവരുത്താനായി അവിടെ നോക്കുകയുണ്ടായത്. വീടിൻ്റെ ഉടമസ്ഥനായിട്ടുള്ള നൗഫൽ പോലും ഇങ്ങനെ ഒരു ക്രാക്ക് എന്ന വിവരം കേൾക്കുന്നത് ഇവരടയാളപ്പെടുത്തിയതിൻ്റെ ബന്ധപ്പെട്ട എഞ്ചിനീയർമാർ അടയാളപ്പെടുത്തിയതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് കൊണ്ട്
എഞ്ചിനീയർമാർ പറഞ്ഞത് ശരിയാണോ എന്ന കാര്യം നേരിട്ട് ബോധ്യപ്പെടാൻ ആദ്യം എനിക്ക് തന്നെ ബോധ്യപ്പെടണമല്ലോ. എനിക്ക് ബോധ്യപ്പെടാനും ഞാൻ ബോധ്യപ്പെടുന്നത് വഴി അത് ബാക്കിയുള്ള ആളുകളെ അറിയിക്കാനും വേണ്ടിയാണ് അവിടെ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കിയത്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏതെങ്കിലും ഒരു മഴയിൽ ചോർന്നൊലിച്ചതല്ല ഇത്. വാട്ടർ പോണ്ടിങ് ടെസ്റ്റിൻ്റെ ഭാഗമായി നമ്മൾ തന്നെ 24 മണിക്കൂർ വെള്ളം നിറച്ച് നടത്തിയിട്ടുള്ള ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിലുണ്ടായതാണ്. ഇനി കെട്ടിടം പൂർത്തീകരിച്ചാലോ? കെട്ടിടം പൂർത്തീകരിച്ചാൽ നേരിട്ട് കൈമാറുകയല്ല. കെട്ടിടത്തിൻ്റെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ ഒരു പരിശോധന നടത്തും. കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാർ പരിശോധന നടത്തിയതിനു ശേഷം കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിൻ്റെ എഞ്ചിനീയർമാരും സംയുക്തമായി പരിശോധന നടത്തും. അതിനും അവസാനിക്കാതെ കരാർ കമ്പനിയുടെ എഞ്ചിനീയർമാരും കിഫ്കോണിൻ്റെ എഞ്ചിനീയർമാരും ആർക്കാണോ വീട് കൊടുത്തിട്ടുള്ളത്, നേരത്തെ ഇവിടെ പറഞ്ഞതുപോലെ ഇതെൻ്റെ വീടാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുന്ന വീട്ടുകാരനായ മനുഷ്യരെ കൂട്ടി അവിടെ പരിശോധന നടത്തും. ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാലോ? അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ 5 വർഷക്കാലത്തേക്ക് സിവിൽ വർക്കിൽ ഈ കരാറ് കമ്പനി ഡിഫക്റ്റ് ലയബിലിറ്റി പ്രകാരം വാറണ്ടി നൽകേണ്ട ഒരു വീടാണത്. 5 വർഷക്കാലം സിവിൽ വർക്കിലും 3 വർഷക്കാലം ഇലക്ട്രിക്കൽ വർക്കിലും വാറണ്ടി നൽകിക്കൊണ്ടാണ് ആ വീട് ഉണ്ടാക്കുന്നത്. സാധാരണ നിലയിൽ ആ കരാർ കമ്പനിയുടെ ലഭ്യമാകേണ്ട കരാർ പ്രകാരമുള്ള സംഖ്യയിൽ ഒരു നിശ്ചിതമായ ശതമാനം 5 വർഷത്തിന് ശേഷം മാത്രം കൊടുക്കാവുന്ന വിധത്തിൽ എടുത്തു വെച്ചാണ് ഡിഫക്റ്റ് ലയബിലിറ്റി പ്യൂരിഫൈ ചെയ്യേണ്ടത്, അത് ക്യൂർ ചെയ്യേണ്ടതെന്ന് നിശ്ചയിച്ചു. ആളുകൾക്കറിയാം കരാർ ഉണ്ടാക്കിയാൽ എന്തുണ്ടാകും? ഒരു കോൺട്രാക്ട് ഉണ്ടാക്കിയാൽ ആ കോൺട്രാക്ട് ആരാണോ ഉത്തരവാദിത്വത്തോടെ നിർവഹിക്കേണ്ടത് അവർ നിർവഹിച്ചില്ലെങ്കിൽ ബ്രീച്ച് ഓഫ് കോൺട്രാക്റ്റ് ആവും, കോൺട്രാക്റ്റിന്റെ ലംഘനമാകും. അതിലെങ്ങനെ നടപടിയെടുക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് കൃത്യമായ ധാരണ എനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ ഒരു നടപടിക്രമങ്ങളിലേക്ക് പോയത്. ഞാൻ പരിശോധിക്കാൻ ആളല്ല. മന്ത്രി എങ്ങനെയാണ് എഞ്ചിനീയർ ആവുക, മന്ത്രി എങ്ങനെയാണ് പണിക്കാരനാവുക എന്നൊക്കെ ചോദിച്ചുകൊണ്ട് നിരവധി അഭിപ്രായ പ്രകടനങ്ങൾ നടത്തി. ഞാൻ അതിനെക്കുറിച്ച് ഇപ്പോൾ പറയുന്നില്ല. ചില ആളുകൾ കരുതുന്നത് പോലെ ചില ആളുകൾക്ക് അങ്ങനെയാണ്. ഈ കരാറ് കമ്പനിക്കാർ പറയുന്നത് നേരിട്ട് കേട്ട് ബോധ്യപ്പെട്ട് മന്ത്രിക്ക് താഴെ നിന്ന് ആകാശത്തോട്ട് നോക്കി ഇതൊരു വിള്ളലല്ല എന്നങ്ങ് പ്രസ്താവിച്ചു പോരാമായിരുന്നില്ലേ എന്ന് ചോദിച്ചു. എൻ്റെ ശീലം അതിൽപ്പെട്ടതല്ല. പിന്നെ ചൂരൽമലക്കാർക്ക് ഞാനൊരു മന്ത്രിയല്ല, അവരുടെ വീട്ടുകാരനായിട്ടുള്ള ഒരാളാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ വീട്ടുകാർക്ക് അങ്ങനെ ഒരു വീടേൽപ്പിക്കുമ്പോൾ വിള്ളലുണ്ട് എന്നൊരു ചെറിയ ആശങ്ക പോലും നിലനിൽക്കാൻ പാടില്ല എന്ന് എനിക്ക് നിർബന്ധമുണ്ടായിരുന്നു. ഞാൻ മേശപ്പുറത്ത് കയറിയത് ഒരു തെറ്റാണ് എന്ന് പറയുന്നവരോട് വളരെ അഭിമാനപൂർവ്വവും അതിലേറെ വിനയപൂർവ്വം എനിക്ക് പറയാനുള്ളത്, എൻ്റെ നാടിൻ്റെ അഭിമാനം കാക്കാൻ ഇതിനേക്കാൾ പൊക്കത്തിൽ കയറണമോ ആ പൊക്കത്തിലും കയറും. അത് ആശങ്ക എനിക്ക് തന്നെ ദൂരീകരിക്കാൻ പറ്റേണ്ടത് എത്രയുണ്ടോ അതുപോലെ തന്നെ ചെയ്യും. ചില ആളുകൾ ചോദിച്ചു, മന്ത്രിമാർക്ക് ഇങ്ങനെ പൊക്കത്തിൽ കയറി പരിശോധിക്കണോ? കളക്ടർക്കും PWD ഉദ്യോഗസ്ഥനും ഒരു നിർദ്ദേശം കൊടുത്താൽ ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ അവർ റിപ്പോർട്ട് ചെയ്യേണ്ടതല്ലേ? അങ്ങനെ ദന്തഗോപുരങ്ങളിൽ ഇരുന്ന് ഇത് നിയന്ത്രിച്ച അനുഭവം നേരത്തെയും ഞങ്ങൾക്കില്ല. ആ ദുരന്തത്തിന്റെ ഭാഗമായി ജൂലൈ 30 മുതൽ ഒരു മാസക്കാലം അവിടെ നിന്നവരുടെ മുഖങ്ങൾ ഞാൻ ഈ കൂട്ടത്തിൽ കാണാനുണ്ട്. എങ്ങനെയായിരുന്നു ഞങ്ങൾ അവിടെ നിന്നിരുന്നത്? കളക്ട്രേറ്റിലെ ശീതീകരിക്കപ്പെട്ട മുറികളിൽ ഇരുന്നു കൊണ്ട് പ്രോട്ടോകോളിന്റെ വലിപ്പം പറഞ്ഞു നിന്നവരായിരുന്നില്ല ഞങ്ങളാരും. ഞങ്ങൾ എന്നുദ്ദേശിച്ചത് നമ്മളെല്ലാവരും ആ ചളി നിറഞ്ഞ മണ്ണിൽ ഗംബൂട്ടിട്ട് മുട്ടുവരെയും അരവരെയും താഴുന്ന ചളിയിലൂടെ നടന്നു പോകുമ്പോൾ ഏത് പ്രോട്ടോകോളിനെ കുറിച്ചാണ് നമ്മൾ ആരെങ്കിലും ആലോചിക്കുന്നത്? അവിടെയുള്ള 2 ഷട്ടറിൻ്റെ കൺട്രോൾ റൂമിലിരുന്ന് നമ്മളെല്ലാവരും ഒരുമിച്ചാണ് ദുരന്തബാധിതർക്കും സഹായികൾക്കും കൊടുക്കുന്ന ഭക്ഷണം പരസ്പരം കഴിച്ച് ആ പ്രവർത്തനങ്ങൾക്ക് രാപ്പകലില്ലാത്ത വിധം നേതൃത്വം നൽകിയത് എന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് അവിടെ അതിൻ്റെ മുകളിൽ കയറി അങ്ങനെ ഒരു പരിശോധന നടത്തേണ്ടത് വരച്ചിട്ടതാണെന്നൊരു കമ്പനി പറഞ്ഞാൽ അത് കേട്ടുപോരലല്ല, അത് ഉറപ്പിച്ചു തന്നെ തീരുമാനിക്കണം എന്ന് ഉറപ്പുള്ള ഒരു പൊതുപ്രവർത്തകൻ്റെ, മന്ത്രി എന്നതിനേക്കാൾ ഉപരിയായി മനുഷ്യത്വം കാത്തു സൂക്ഷിക്കുന്ന ഒരു മലയാളിയുടെ കടമയാണ് എന്നുള്ളത് കൊണ്ടാണ് ആ പ്രവർത്തനത്തിന് ഞാൻ ഇറങ്ങിയത്. എന്തെല്ലാം ആക്ഷേപമാണ് അതിൻ്റെ ഭാഗമായി സൈബർ ഇടങ്ങളിൽ ഉണ്ടായത്. ഞാനൊരു കാര്യം എൻ്റെ പത്രസമ്മേളനം കേൾക്കുകയും വായിക്കുകയും ചെയ്യുന്ന എല്ലാവരോടും പറയട്ടെ, ഏതെങ്കിലും വിധത്തിൽ നൗഫലിനെ സാമൂഹ്യ മാധ്യമങ്ങളിലോ അല്ലാതെയോ ആക്രമിക്കാവുന്ന ഒരു പണിക്കുമാരും മുതിരരുത്. ഞങ്ങൾ പറഞ്ഞാലും മുതിർന്നു എന്നല്ല ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം. ഒരു പണിക്കുമാരും മുതിരരുത്. നൗഫൽ ഒരു ദുരന്തബാധിതനായിട്ടുള്ള മനുഷ്യനാണ്.
അയാൾക്ക് വികാരപരമായ വിധത്തിൽ എന്തെങ്കിലും പറഞ്ഞു എന്ന് കരുതി അദ്ദേഹത്തെ ആക്രമിക്കാവുന്ന ഒരു പണിയും ആരും ചെയ്യരുത് എന്ന് ഞാൻ സവിനയം അഭ്യർത്ഥിക്കുകയാണ്. പക്ഷേ ഒരു ദുരന്തബാധിതന്റെ ഹൃദയം തകർന്ന വാക്കുകൾക്ക് ചൂളമടിച്ചും താളമിട്ടും ഉറക്കെ പരിഹസിച്ച് ചിരിച്ചും നിൽക്കുന്നവർ ഏത് സന്ദേശമാണ് പൊതുസമൂഹത്തിന് നൽകുന്നത് എന്ന് എനിക്ക് വളരെ ഗൗരവമായി തോന്നേണ്ടതുണ്ട്. എന്തെല്ലാം കേൾക്കേണ്ടി വന്നു. കൂലിപ്പണിക്കാരൻ രാജൻ, തൃശ്ശൂരിൽ നിന്നൊരു പണിക്കാരനെ കിട്ടി വാർക്കപ്പണിക്ക്. ഞാൻ തുറന്നു പറയട്ടെ, ഒരു കൂലിപ്പണിക്കാരൻ രാജൻ എന്ന വാക്ക് കേൾക്കുമ്പോൾ ഈ പാർട്ടി ഓഫീസിൽ നിന്ന് പറയാം, എനിക്ക് ആത്മാഭിമാനം വർദ്ധിക്കുന്നതല്ലാതെ ഒരു തരി പോലും അത് കുറഞ്ഞിട്ടില്ല. PC ജോഷിയുടെയും രാജേഷ് റാവുവിൻ്റെയും P കൃഷ്ണപിള്ളയുടെയും ഒക്കെ സ്മരണകൾ ഇറങ്ങുന്ന ഈ പാർട്ടി ഓഫീസിൽ നിന്ന് എന്നെ മന്ത്രിയായി ചുമതലപ്പെടുത്തി പറഞ്ഞു വിട്ട് 5 വർഷം കഴിഞ്ഞ് കയറി വരുമ്പോൾ മുതലാളി രാജൻ എന്ന പേര് കേട്ടില്ലല്ലോ. കൂലിപ്പണിക്കാരൻ രാജൻ എന്ന് പറയുന്നതിൽ ആത്മാഭിമാനമുള്ളയാളാണ് ഞാൻ എന്ന് ആവർത്തിച്ച് വികാരപരമായി തന്നെ പറയണം എന്നാണ് എനിക്കിഷ്ടം. കാരണം ഞാൻ പ്രതിനിധീകരിക്കുന്നത് ഒരു തൊഴിലാളി വർഗ പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത് കൊണ്ട് ആ കൂലിപ്പണിക്കാരൻ്റെ ഹൃദയവികാരങ്ങൾ വേദനകൾ പറയുന്ന തൊഴിലാളികളുടെയും കൂലിപ്പണിക്കാരുടെയും ഒക്കെ വേദനകൾ അറിയുന്ന ഒരു മണ്ണിൽ നിന്ന് വന്ന ഒരാളെന്ന നിലയിൽ ഞാൻ എൻ്റെ അഭിമാനകരമായിട്ടുള്ളൊരു സമ്മാനമായി സുഹൃത്തുക്കളിൽ നിന്ന് അത് ഹൃദയപൂർവ്വം ഏറ്റുവാങ്ങുന്നു. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, എന്നെ നികൃഷ്ടനാക്കാനോ എന്നെ തള്ളിപ്പറയാനോ വേണ്ടിയാണല്ലോ കൂലിപ്പണിക്കാരൻ്റെ പേര് ഉപയോഗിച്ചത്. അപ്പോൾ കൂലിപ്പണിക്കാരനെ കുറിച്ച് പറയുന്നവൻ്റെ സങ്കല്പം എന്തായിരിക്കും? ഓരോരുത്തരുടെയും സംസ്കാരത്തിനും ഓരോരുത്തരുടെയും ഇഷ്ടത്തിനും ചേർന്ന വിധത്തിൽ അങ്ങനെ പറയുന്നതിൽ ഒരു പ്രശ്നവും എനിക്കില്ല. വളരെ അഭിമാനത്തോടെ ഞാനത് ഏറ്റെടുത്തതായി സവിനയം നിങ്ങളെ അറിയിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇങ്ങനെ സൈബറിടത്തിൽ ആക്രമണം പാടുന്നു. മന്ത്രി ആരാണ്? നാടകം കളിച്ചയാളാണോ? മന്ത്രി ആരാണ്? രാജാവാണോ? മന്ത്രി ആരാണ് ഇതിൻ്റെ മുകളിൽ കയറി പ്രവർത്തിക്കാൻ? മന്ത്രിക്ക് നടക്കാനും കയറാനും പറ്റുന്ന ഇടങ്ങൾ നേരത്തെ നിശ്ചയിച്ചിട്ടുണ്ട്. കേരളം മുഴുവൻ യഥാർത്ഥത്തിൽ ഇവിടെ പണിയുന്ന വീടുണ്ടല്ലോ, നൗഫലിൻ്റെതടക്കം 410 വീടുകൾ. ആ വീടുകൾക്ക് ഇനി ഒരു ഗന്ധം കൂടി സഹിക്കേണ്ടി വരും. അത് ഈ നാട്ടിലെ പാവപ്പെട്ടവൻ്റെ അവൻ്റെ മുണ്ട് മുറുക്കി കൊടുക്കുമ്പോഴും ഈ നിധിയിലേക്ക് സംഭാവന ചെയ്ത പാവപ്പെട്ടവൻ്റെ വിയർപ്പിൻ്റെ മണമുണ്ട് അവിടുത്തെ ഓരോ ഇഷ്ടിയേക്കും. ആ വികാരം അവിടെ ഉണ്ടാകും. അത് കരുതി അവിടുത്തെ പണിയാൻ പോകുന്ന ഒരു വീടിനെ, പണിതുകൊണ്ടിരിക്കുന്ന ഒരു വീടിനെ 5 വർഷക്കാലത്തെ ഡിഫക്റ്റ് ലൈബിലിറ്റി ഉൾപ്പെടെ കെയർ ചെയ്തുകൊണ്ട് ലോകത്ത് ഇതുവരെ ഇല്ലാത്തൊരു മാതൃക അവതരിപ്പിക്കുന്നതിന് ഇത്ര മോശമായി ചിത്രീകരിക്കാൻ പാടുമോ എന്നുള്ളത് അവരവരാലോചിക്കണം. അവരുടെ സംസ്കാരത്തിൻ്റെ അളവുകോൽ അളക്കാനുള്ള യന്ത്രം കൂലിപ്പണിക്കാരനും വാർക്കപ്പണിക്കാരനും ആയതുകൊണ്ട് എൻ്റെ കയ്യിലുണ്ടാകും എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മനസ്സിൽ ആ അളവുകോലുണ്ട്. അത് വെച്ചവർ തൂക്കുകയും അത് വെച്ചവർ അളക്കുകയും ചെയ്യും. എത്ര ആക്ഷേപങ്ങളാണ് കേട്ടത്. ഇതുവരെ കൊടുക്കാത്ത ബ്രെഡ് പൂത്ത സ്ഥലമല്ലേ ചൂരന്മല. ജൂലൈ 30 വൈകുന്നേരം ഞാനിരിക്കുമ്പോൾ പല മാധ്യമ സുഹൃത്തുക്കളും അവിടെ ഉണ്ടായിരുന്നു. കേരളത്തിലെ ഹോട്ടൽ ആൻഡ് റെസ്റ്റോറൻറ്റ് അസോസിയേഷൻ ഞങ്ങൾ ഇനിയുള്ള ദിവസം തീരും വരെ ഭക്ഷണം ഉണ്ടാക്കാം എന്ന് ഞങ്ങളോട് പറഞ്ഞു. മേപ്പാടി പോളിടെക്നിക്ക് അതിനുള്ള സ്ഥലമായി ഞങ്ങൾ കൊടുത്തു. ആ ഉണ്ടാക്കുന്ന ഭക്ഷണം ഫുഡ് ആൻഡ് സേഫ്റ്റി എല്ലാ മണിക്കൂറിലും പരിശോധിച്ചു. അങ്ങനെ കൊടുക്കുന്ന ബ്രെഡല്ലാതെ അങ്ങനെ കൊടുക്കുന്ന ഭക്ഷണമല്ലാതെ ഒരു പീസ് ബ്രെഡ് പോലും ഗവൺമെൻറ് കൊടുക്കാതിരിക്കുമ്പോൾ ആ ബ്രെഡ് പൂത്തു എന്ന് പറഞ്ഞവർ എന്തിനാണ് അങ്ങനെ പറഞ്ഞത്? ഏത് താല്പര്യത്തിന് വേണ്ടിയാണ് അങ്ങനെ പറഞ്ഞത്? ലോകത്തിൻ്റെ മുമ്പിൽ ഈ കേരളത്തെ അപഹസിപ്പിക്കാനല്ലേ? പ്രധാനമന്ത്രി വന്ന ആഗസ്റ്റ് 10 തീയതി എല്ലാ തെരച്ചിലും നിർത്തി എന്ന് പ്രഖ്യാപിച്ച് പ്രസംഗം നടത്തിയത് ഏത് താല്പര്യത്തിൻ്റെ പേരിലാണ്? ഞാൻ നിങ്ങളുടെ നേരെ വിരൽ ചൂണ്ടുന്നില്ലെങ്കിലും വിനയത്തോടെ ഒരു കാര്യം പറയട്ടെ. 2024 2-ാം ഓണം കണ്ണീരോടുകൂടി ഉച്ചഭക്ഷണം കഴിച്ച ഒരാളാണ് ഞാൻ മാത്രമല്ല, ഈ കേരളത്തിലെ സന്നദ്ധ സംഘടനാ പ്രവർത്തകരായ ആയിരക്കണക്കിന് പേർ. നമ്മൾ റിപ്പോർട്ട് അവതരിപ്പിച്ചു രാവിലെ മാധ്യമങ്ങളിലൂടെ, ഇതുപോലെ തന്നെ മാധ്യമങ്ങളിലൂടെ ബ്രേക്ക് ചെയ്തു. എന്താണ് ആ വാർത്ത? പുത്തുമലയിലെ ബറയിൽ ഗ്രൗണ്ടിൽ കുഴിയെടുത്ത് എല്ലാവിധ നർമ്മകളോടുകൂടി നാം അടക്കം ചെയ്ത ബറയിൽ നടത്തിയ മൃതശരീരങ്ങളിൽ ഓരോ കുഴിക്കും 75,000 രൂപ കേരളത്തിലെ ഗവൺമെൻറ് ഏറ്റെടുത്തു, കാശ് മേടിച്ചു എന്ന് പ്രചരണം ഈ കേരളത്തിലുണ്ടായില്ലേ? എത്ര വേദനാജനകമാണത്. ആ ബറയിൽ ഗ്രൗണ്ടിൽ പെരുമഴയത്ത് അവരവരുടെ യുവജന സംഘടനാ പ്രവർത്തകരുടെ ടീഷർട്ടിന് പുറത്തിട്ട PP കിറ്റിൽ മനുഷ്യനായി നിന്ന് ഒരു ചായ പോലും മേടിച്ചു കുടിക്കാതെ കൊടുത്ത പൊതിച്ചോറ് പകുതി മാത്രം കഴിച്ച് വയറ് നിറയ്ക്കരുത് ഈ പണിക്ക് നിൽക്കുമ്പോൾ എന്ന് കരുതി അവിടെ പ്രവർത്തിച്ച 10,000 ചെറുപ്പക്കാർ വിചാരിച്ചില്ലേ ഞങ്ങൾ കുഴിച്ച കുഴിയിലും ഞങ്ങൾ നടത്തിയിട്ടുള്ള സംസ്കാര ചടങ്ങിലും ഈ ഗവൺമെൻറ് ഓരോ കുഴിക്കും
തലയ്ക്ക് വില പറഞ്ഞ് 75,000 രൂപ മേടിച്ചു എന്ന്. ദ കോസ്റ്റ് ഇൻവോൾവ്ഡ് ആൻഡ് എസ്റ്റിമേറ്റഡ് ടു ബി എന്ന ആമുഖത്തോടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി പറഞ്ഞതനുസരിച്ച് 1202 കോടി രൂപയുടെ ഒരു ബഡ്ജറ്റ് അഥവാ ഒരു എസ്റ്റിമേറ്റ് മെമ്മോറാണ്ടമായി കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തതാണെന്ന് ഞങ്ങൾ എത്ര തവണ പറഞ്ഞിട്ടും 36 മണിക്കൂർ ഈ കേരളത്തിലെ നന്മ നിറഞ്ഞ മനുഷ്യരെ പോസ്റ്റ്മോർട്ടം ചെയ്തില്ലേ നമ്മുടെ ശീതീകരിക്കപ്പെട്ട ചർച്ചാ സ്ഥലങ്ങളിൽ? അതിനേക്കാൾ വേദന ഞങ്ങൾക്ക് വേറെ ഉണ്ടാകാനുണ്ടോ? ആ 36 മണിക്കൂറിന് ശേഷം എല്ലാവരും പറഞ്ഞു ഞങ്ങൾക്കൊരു ചെറിയ തെറ്റുപറ്റി, ഇത്ര നേരവും ഞങ്ങൾ ചർച്ച ചെയ്തത് കൊടുത്തൊരു അപേക്ഷയെക്കുറിച്ചായിരുന്നു, അതിപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത്. പക്ഷേ ആ 75,000 രൂപയുടെ പേരിൽ 2 ഓണത്തിനും 3 ഓണത്തിനും ഞങ്ങൾ അനുഭവിച്ച മാനസിക പ്രയാസത്തിൻ്റെ, ഞങ്ങൾ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് മുഖ്യമന്ത്രിയോ മന്ത്രിമാരോ അല്ല, ഇത് ശരിയായ വിധത്തിൽ നടത്താൻ നേതൃത്വം നൽകിയ മനുഷ്യരനുഭവിച്ച പ്രയാസത്തിന് ആർക്ക് സമാധാനം പറയാൻ പറ്റും? ഇങ്ങനെ എത്ര ആക്ഷേപങ്ങൾ, അതിൻ്റെ കൂട്ടത്തിൽ ഒന്നാണിത് എന്ന് മാത്രമായി കാണാനാകില്ല. ഇതിൻ്റെ പിന്നിലുള്ള ലക്ഷ്യങ്ങൾ എന്ത് എന്ന് കേരളം തിരിച്ചറിയേണ്ടതുണ്ട്. ഈ ദുരന്തം നടന്ന് 61 ദിവസം കഴിഞ്ഞപ്പോൾ ഭൂമി ഏറ്റെടുത്തില്ലേ? ആ ഭൂമി ഏറ്റെടുത്തതിന് ശേഷം എത്ര വേഗത്തിലാണ് വ്യവഹാരങ്ങളിലേക്ക് ബന്ധപ്പെട്ടവർ കടന്നുപോയത്? അന്നൊക്കെ ഞങ്ങൾ കാത്തിരുന്നു. മാർച്ച് 27-ാം തീയതി തറക്കല്ലിട്ടപ്പോഴും പണി നടത്താൻ കോടതി അനുവാദം തന്നില്ല. പണം നിശ്ചയിക്കണം LARR പ്രകാരം എന്ന് അന്നും കോടതി വാദിച്ചു. അങ്ങനെ ഏപ്രിൽ 12-ാം തീയതിയാണ് കോടതി അടയ്ക്കുന്ന ദിവസം തുക കോടതി നിശ്ചയിച്ചത്. അന്ന് രാത്രി 11:45 ആ തുക ഈ ട്രഷറിയിലൂടെ അടച്ച് ഏപ്രിൽ 13-ാം തീയതി ആരംഭിച്ചില്ലേ നിർമ്മാണ പ്രവർത്തനം? സ്വാഭാവികമായിട്ടും അവിടുത്തെ നിങ്ങളുടെ സുഹൃത്തുക്കളായ മാധ്യമ പ്രവർത്തകരുടെ FB അക്കൗണ്ട് എടുത്ത് നോക്കിയാൽ അറിയാം ഓരോ ദിവസവും പെയ്ത മഴ നവംബർ മാസം വരെ. എന്നിട്ടും അവിടെ നടക്കുന്ന പ്രവർത്തനങ്ങൾ എത്ര വേഗതയിലാണ്. മുഖ്യമന്ത്രി ഏപ്രിൽ 14-ന് വിഷുവിൻ്റെ ദിവസം 15-ന് വീടുകളിൽ കയറി താമസിക്കാം എന്ന് പറഞ്ഞത് ആരെങ്കിലും കബളിപ്പിക്കാനാണ് എന്ന് നിങ്ങൾ സത്യസന്ധമായി കരുതുന്നുണ്ടോ? അവിടെ വീടുകളുടെ 102 എണ്ണം ഇതിനകം കൈമാറിയിട്ടുണ്ട്. പക്ഷേ കിഫ്കോണും അതുപോലെ തന്നെ ULCCയും വീട്ടുകാരും കൂടി പരിശോധന നടത്തണം. ഈ മാസം അവസാനത്തോടു കൂടി വീട് മാത്രമല്ല അതിനോടനുബന്ധമായിട്ടുള്ള FTR പ്രകാരമുള്ള ടാറടക്കം വിട്ടുതരാം എന്നാണ് അവസാനം ULCC കിഫ്കോണിൻ്റെ കൂടി ധാരണയോടുകൂടി പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതവർ ചെയ്തില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളിലേക്ക് പോകും. അങ്ങനെയല്ലേ അതിനെ കാണേണ്ടത്? അതിന് കേരളത്തെ മുഴുവൻ അപമാനിക്കുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകാൻ പറ്റുമോ? പോകേണ്ടതുണ്ടോ? ഒരു കാര്യം കൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അവിടെ ഞങ്ങൾ തരാത്തത് കൊണ്ടാണ്, ഭൂമി തരാത്തത് കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനം വൈകിയത്. 4 മാസമല്ലേ ആയിട്ടുള്ളൂ ഞങ്ങൾ തുടങ്ങിയിട്ട്. ആരുടെ കുറ്റാണ്? നേരത്തെ മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള കക്ഷി നേതാവിനെയും ഉപനേതാവിനെയും വിളിച്ചു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനുവരി 1-ന് ചർച്ച നടത്തി പല അഭിപ്രായങ്ങൾ വന്നു. ഒരു നിങ്ങളെടുക്കുന്ന പൊതു നഗരത്തിൽ ഏതെങ്കിലും ഒരു ഭാഗം ഓരോ രാഷ്ട്രീയ പാർട്ടിക്കും ഓരോ സ്പോൺസർമാർക്കും, രാഷ്ട്രീയ പാർട്ടി എന്ന് പറയുന്നതിൽ അർത്ഥമില്ല, ഓരോ സ്പോൺസർമാർക്കും മാറ്റി കൊടുക്കാനാകുമോ? ഞങ്ങൾ പറഞ്ഞു ഞങ്ങളല്ല, ഗവൺമെൻറ് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും കൊടുത്താൽ ഓരോ കോർണറുകളായി അത് മാറും. അതിനിടവരുത്തരുത്.